പ്രിയ സുഹൃത്തുക്കളെ, ഒരു സംഭാഷണമാണ് ഞാനും ശ്രീ അനിൽ ഇപിയുമായി. വിഷയം അട്ടിമറിക്കപ്പെടുന്ന ഇന്ത്യൻ ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ജനാധിപത്യത്തിന് നമ്മൾ കേട്ടിട്ടുള്ള പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ കേട്ടിട്ടുള്ള പഴയ ഒരു നിർവചനമുണ്ട്. എബ്രഹാം ലിങ്കൻ്റേതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണകൂടം എന്നുള്ള നിർവചനം. പക്ഷേ അത് ആധുനിക കാലത്ത് അതിന് പുതിയ മാനങ്ങൾ വന്നിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കറാണ് അതിന് മനോഹരമായൊരു നിർവചനം നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത്, ഇത് ഭരണത്തിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാട്, പ്രധാനമായും അതൊരു ഭരണകാര്യമല്ല എന്നാണ്, മറിച്ച് അതൊരു ജീവിത രീതിയാണ് എന്നതാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 3 വാക്കാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ജനാധിപത്യത്തിൻ്റെ കാതലായി അദ്ദേഹം പറയുന്ന കാര്യം അപരനോടുള്ള കരുതലാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ മനസ്സിൽ പലവട്ടം പറഞ്ഞുറപ്പിക്കേണ്ട ഒരു സംഗതിയാണിത് എന്നെനിക്ക് തോന്നുന്നു. മറ്റുള്ളവരോടുള്ള കരുതൽ ആണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. ഇന്ന് ജാതിയുടെയും അതുപോലെ തന്നെ മതത്തിൻ്റെയൊക്കെ നേതാക്കന്മാർ, അവരുടെ മുമ്പിൽ മുട്ടിലിഴയുന്ന രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ എന്ത് ജനാധിപത്യ ബോധമാണുള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. കുറച്ച് നേരത്തെ തൃശ്ശൂരിൽ നിന്ന് വന്ന മനുഷ്യൻ, എനിക്ക് യഥാർത്ഥത്തിൽ വൈകാരികമായി വളരെയധികം എൻ്റെ മനസ്സിനെ വളരെ സ്പർശിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ജനാധിപത്യം എന്തുമാത്രം അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇത്രയും ദൂരം കടന്നിങ്ങ് വന്നത് എന്നതാണ്. ഈ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 71 രാജ്യങ്ങളിലാണ് ജനാധിപത്യമുള്ളത്. 25 രാജ്യങ്ങളിലാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ജനാധിപത്യം നടപ്പിലാവുന്നത്. മുഖ്യമായും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. നോർവേ, ഫിൻലൻഡ്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ. ഏതാണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, UK മുതലായ രാജ്യങ്ങൾ. എന്നാൽ 50ഓളം രാജ്യങ്ങൾ ഭാഗികമായി മാത്രം ജനാധിപത്യമുള്ള രാജ്യങ്ങളാണ്. ആ ലിസ്റ്റിലാണ് ഇന്ത്യയും വരുന്നത്. ഇന്ത്യ, അമേരിക്ക, ഇറ്റലി, ഇസ്രായേൽ മുതലായ രാജ്യങ്ങളിൽ ഭാഗികമായ ജനാധിപത്യം മാത്രമേ ഉള്ളൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഫറൻഡം നിലനിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ജനാധിപത്യത്തിൻ്റെ പരമമായ ഒരവസ്ഥയാണ്. ഈ വേൾഡ് ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71 രാജ്യങ്ങളുടെ പട്ടികയിൽ 74 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 41ാമതാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതുപോലെ തന്നെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 143 രാജ്യങ്ങളുടെ പട്ടികയിൽ 2024 കണക്കാണ് 126ാം സ്ഥാനം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഏറ്റവും കൂടുതൽ ജനാധിപത്യം പ്രായോഗികമാവുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും മനുഷ്യർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ജനാധിപത്യത്തിൻ്റെ വിപരീതമായി പറയാവുന്നത് ഏകാധിപത്യമാണ്. അത് നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഉത്തര കൊറിയ, സിറിയ മുതലായ രാജ്യങ്ങൾ. രാജഭരണം ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യ തിരുവായ്ക്ക് എതിർവായില്ലാത്ത രാജ്യമാണ്. ബഹ്റൈനിൽ രാജഭരണമാണ്. എങ്കിലും അവിടെ പരിമിതമായ അർത്ഥത്തിൽ പാർലമെൻറ്റും അതുപോലെ ചെറിയ ജനാധിപത്യ സംവിധാനങ്ങളുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളായി ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഭരണരീതി ഏത് എന്ന് ചോദിച്ചാൽ അത് ജനാധിപത്യമാണ്. അതിൻ്റെ സവിശേഷതകളായി ഒരു 10 കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായി ചർച്ച ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഈ ഘടകങ്ങൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരെല്ലാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചർച്ച കൊണ്ട്
ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, ജനാധിപത്യ രാജ്യങ്ങളിൽ അധികാരം ജനങ്ങൾക്ക് ആവണം എന്നുള്ളതാണ്. ജനാധിപത്യം എന്ന വാക്കിൽ തന്നെ ഉണ്ടത്, ജനങ്ങളുടെ ആധിപത്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഈ ജനങ്ങളുടെ ആധിപത്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന അവസ്ഥ എത്രത്തോളം എന്നുള്ളതാണ് എനിക്ക് മാഷിനോട് ചോദിക്കാനുള്ള ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ അത് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നവർ ആരല്ല? ഞാൻ ആ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം, എന്തിനാണ് ജനാധിപത്യവും ഇല്ലെങ്കിൽ അതിൻ്റെ ഭൗതിക രൂപമായ ഭരണകൂടവും എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ആവശ്യമില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യമില്ല. കാര്യം മനുഷ്യരുടെ വ്യത്യസ്ത പ്രദേശത്ത് ജീവിച്ച് വളരുന്ന മനുഷ്യർ അവരുടെ പ്രദേശത്തിൻ്റെ തന്നെ പ്രത്യേകതകൾ കൊണ്ട് കൂടുതൽ വിഭവങ്ങളുടെ ഉടമകളും പരിമിതമായ വിഭവങ്ങളുടെ ഉടമകളുമൊക്കെ ആയി മാറുന്നുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേക പരിഗണനകൾ ലഭിക്കാൻ യോഗ്യതയുള്ളവരും ഇല്ലാത്തവരും തമ്മിലുണ്ടാകേണ്ട ഒരു മര്യാദ എന്ന അർത്ഥത്തിലാണ് ഇത്തരം ചർച്ചകൾ തന്നെ ആരംഭിക്കുന്നത്. ഞാൻ ജനാധിപത്യത്തെ പറ്റിയല്ല പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിനെ പറ്റിയാണ്. കാരണം ജനാധിപത്യം ഒക്കെ തുടങ്ങിയത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയല്ല എന്ന് നമുക്കറിയാമല്ലോ. ഇതൊക്കെ തുടങ്ങിയത് 4 കാശൊക്കെ ഉള്ള ആളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ കച്ചവടമൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു പൊതു സംവിധാനം, അതിനകത്ത് കാണിക്കേണ്ട മര്യാദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് ഈ സാധാരണക്കാർക്ക് വോട്ടവകാശം ഇല്ലാതിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് തിരുവിതാംകൂർ വോട്ടവകാശം വേണമെങ്കിൽ ഇത്ര രൂപയുടെ കരമടച്ച റെസിപ്റ്റ് വേണമായിരുന്നു പറഞ്ഞാൽ, അതുകൊണ്ട് ഉള്ളവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു സംവിധാനമായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഒരു അസന്തുലിതമായ ഒരു ലോകത്തിൽ ഒരു ഇന്ത്യക്കാരൻ്റെ അവകാശം എന്താണ്? എൻ്റെ ഒരു ചോദ്യം ഒരു സാർവദേശീയ ചോദ്യമാണ്. നമ്മുടെ യോഗ്യത എന്താണ്? ഒരു ഇന്ത്യക്കാരൻ്റെ ജീവിത നിലവാരം എന്തായിരിക്കണം? ഇത് ഞാനൊരു മുൻധാരണയില്ലാതെ നിങ്ങൾ ഓർക്കാൻ ശ്രമിച്ചാലേ അതിനൊരു ഉത്തരം കിട്ടുകയുള്ളൂ. എന്താണ് ഒരു ഇന്ത്യക്കാരൻ്റെ യോഗ്യത? എന്താണ് ഒരു ഇന്ത്യക്കാരനും ഇല്ലെങ്കിൽ ഒരു സൗദി അറേബ്യക്കാരനും തമ്മിലുള്ള പ്രാദേശികമാണ്, നമ്മൾ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയില്ലേ, എന്താണ് വ്യത്യാസം? നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം ഭൂമിയുടെ മൊത്തം ഭൂപ്രദേശത്തിൻ്റെ ഏകദേശം 2.5% മാത്രമേ വരുന്നുള്ളൂ. ഭൂമിയിലാകെയുള്ള മനുഷ്യവാസമുള്ള ഇടങ്ങളിലെ 2.5% മാത്രമാണ് ഇന്ത്യ ഇല്ലെങ്കിൽ ഇന്ത്യക്കാർ. പക്ഷെ നമ്മൾ ലോക ജനസംഖ്യയിൽ ഇപ്പോഴത്തെ കണക്കിൽ ഏകദേശം 18% ഉണ്ട്. ഇനി നമ്മുടെ യോഗ്യത എന്താണ്? നോക്കൂ, നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ വെള്ളനാട്ടുകാരൻ്റെ മലയാളിയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയുർദൈർഘ്യം ശരാശരി 77 വയസ്സ്. അതൊരു യോഗ്യതയാണ്. അവന് ഒട്ടേറെ സൗകര്യങ്ങൾ മറ്റ് ചിലതുമായ വ്യത്യസ്തമായ സൗകര്യങ്ങൾ എന്ന് പറയല്ലേ. ഒരു ഇന്ത്യക്കാരൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ, ഞാനൊരു പരിസ്ഥിതി രംഗത്തുള്ള ആൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ശ്രമിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യയിലെ അതിർത്തിക്കുള്ളിൽ എത്ര ജൈവ വൈവിധ്യങ്ങളുടെ ഉടമകളാണ് നമ്മൾ ഇന്ത്യക്കാർ. അതാണല്ലോ ഇന്ത്യ എന്ന രാജ്യത്തെ ജൈവ വൈവിധ്യങ്ങളുടെ ജൈവ കലവറയുടെ കൈകാര്യം ചെയ്യാൻ അർഹതയുള്ളവർ എന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരാണ്. ജീവിവർഗങ്ങൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഭൂപ്രദേശത്തിൻ്റെ 2.5% മാത്രമുള്ള ഇന്ത്യക്കാരുടെ ഉടമസ്ഥയിലാണ് ലോകത്തിലെ ജൈവ വൈവിധ്യങ്ങളുടെ 7.5%. എന്ന് പറഞ്ഞ അർത്ഥം, ലോക ശരാശരി മനുഷ്യരുടെ ആസ്തിയുടെ ഏറ്റവും കുറഞ്ഞത് 3 ഇരട്ടി ആസ്തി ഉള്ളവരാണ് ഓരോ ഇന്ത്യക്കാരും. ഞാൻ പറയുന്നത് വ്യക്തമാവുമല്ലോ? സിമ്പിളാണല്ലോ? സിമ്പിളാണ്, എനിക്കതൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരാൾ ജനിച്ചു വീണാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യക്കാർക്ക് ലോകത്തിലെ ജനങ്ങളുടെ ശരാശരി ഉടമസ്ഥാവകാശം, പ്രകൃതിയാണല്ലോ എല്ലാ ഉടമസ്ഥാവകാശം, നമ്മൾക്ക് എത്ര വരും? 3 ഇരട്ടിയോളം വരും. കാര്യം ലോകത്തിലെ പ്രകൃതി വിഭവങ്ങളുടെ 7.5% സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കുള്ളിലാണ്. ഞാനതിന് ഇച്ചിരി കണക്കുകളിലേക്ക് പോകണം. ലോക ജനസംഖ്യ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഒരു വർഷം ഏകദേശം 100 ലക്ഷം കോടി ഡോളർ അല്ലെങ്കിൽ $1 ട്രില്യൺ ഒരു വർഷം അവരുണ്ടാക്കുന്ന ഉൽപ്പാദനം, മൊത്തം ഉൽപ്പാദനം $100 ലക്ഷം കോടി.
അങ്ങനെയെങ്കിൽ ഞാൻ ജനാധിപത്യത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ജനാധിപത്യത്തിൽ വളരെ ലക്ഷ്യം വെക്കുന്നത് സമത്വം അല്ലേ, ഇക്വാലിറ്റി, ഇക്വാലിറ്റി, സ്വാതന്ത്ര്യം ഒക്കെയാണ്. അപ്പോൾ ഇക്വാലിറ്റിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ലോകത്തിലെ ഈ പറയുന്ന $1 ട്രില്യൺ 100 ലക്ഷം കോടി ഡോളർ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്കാർക്ക് 18% പങ്കാളിത്തം കിട്ടണം. എത്ര വരും? 18 ലക്ഷം കോടി ഡോളറിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ടാകണം. എന്നാൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം GDP, മൊത്തം വരുമാനം സർക്കാർ പറയുന്നത് 4.25 ലക്ഷം കോടി മാത്രമാണ്. 4.25 ലക്ഷം കോടി ഡോളർ മാത്രമാണ്. ഞാൻ മറ്റൊരു രീതിയിൽ പറയാം. നോക്കൂ, ഇന്ത്യയിൽ ലോകത്തിലാകെ 800 കോടി മനുഷ്യരും ഏകദേശം ഞാൻ പറഞ്ഞ 100 ലക്ഷം കോടി ഡോളർ വരുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളിരിക്കുന്ന ലോകത്തിലുള്ള ഓരോ മനുഷ്യരുടെയും വാർഷിക വരുമാനം ഏകദേശം $9,500 എന്ന് പറഞ്ഞാൽ ഒരു 10-11 ലക്ഷം രൂപ വരുമാനമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ കേരളം എടുത്താൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 4.5 ആളുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഉൽപ്പാദനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുകയും ഒരു കുടുംബത്തിൽ കേരളത്തിൽ 4.5 പേരുണ്ട് എന്ന് പറയുകയും ചെയ്താൽ ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം കുറഞ്ഞത് 38 മുതൽ 40 ലക്ഷം കിട്ടാൻ അർഹതയുണ്ട്. അപ്പോൾ ലോകത്ത് ജനാധിപത്യം ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതെ സാറ് ഇന്ത്യയിലേക്ക് വരാം. ജനാധിപത്യം ഇല്ല. അതെ, ഇനിയിപ്പോൾ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അടുത്ത അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ വേണ്ടി നമുക്കിവിടെ ജനങ്ങൾക്ക് അധികാരമുണ്ടോ? അതെ, ഇല്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരല്ല? അധികാരം എന്തിനു വേണ്ടി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അധികാരം എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വിഭവങ്ങളെ സമത്വത്തോടെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം. നോക്കൂ, അതെ 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 ഞാൻ മാഷിന് ഉത്തരം പെട്ടെന്ന് പറയാം. ചോദ്യം ഇതാണ്: നിലവിലുള്ള ഇന്ത്യൻ ജനാധിപത്യം ഒരർത്ഥത്തിലും വിജയകരമല്ല. അത് അധികാര കേന്ദ്രീകരണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, സ്വത്തിൻ്റെ കേന്ദ്രീകരണമായി അത് ചുരുങ്ങുന്നു എന്നാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ കയ്യിലുള്ള അധികാരം കേവലം ഒരു പാസീവ് റൈറ്റ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, കേവലം ഒരു അധികാരമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംവിധാനമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന അസമത്വം ഇന്ത്യയിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അസമത്വം വർദ്ധിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം അതിനുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തിൽ 2 ഘടകങ്ങൾ പറയാറുണ്ട്. ഒന്ന് പ്രാതിനിധ്യ ജനാധിപത്യം, വേറൊന്ന് ഡയറക്റ്റ് ജനാധിപത്യം. നമ്മുടെ നിയമസഭകളിലും പാർലമെൻറ്റിലും എല്ലാം ഉള്ളത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. കാരണം നമുക്ക് സമയമില്ല, കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും ഒന്നും നമുക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതിനിധികളെ അയക്കുന്നു. അവരവിടെ ചെന്നിരുന്നു നമുക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, നടപ്പാക്കുന്നു. അത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. വേറൊന്ന് ഡയറക്റ്റ് ജനാധിപത്യം. ഈ ഡയറക്റ്റ് ജനാധിപത്യമുള്ളത് നമ്മുടെ ഗ്രാമസഭകളിലാണ്. ഗ്രാമസഭയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഇന്ന് യാതൊരു ജനാധിപത്യവും നടക്കുന്നില്ല. അജണ്ട വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണം, തീരുമാനങ്ങൾ ഒന്നൊന്നായി രേഖപ്പെടുത്തണം, അപ്പോൾ തന്നെ രേഖപ്പെടുത്തണം, തീരുമാനങ്ങൾ വായിക്കണം. വന്നുകൂടിയ അംഗങ്ങളിൽ ഒരു 15 പേരെങ്കിലും ആ മിനിറ്റ്സിന് താഴെ ഒപ്പിട്ടിരിക്കണം. ഇതെല്ലാം പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ വ്യവസ്ഥകളാണ്. ഏത് പഞ്ചായത്തിൽ നടക്കുന്നു ഇത്? ജനങ്ങൾ ആ മേഖലയിലോട്ട് അടുപ്പിക്കുന്നേയില്ല. ജനങ്ങൾ പറയുന്ന പരാതികൾ അവിടെ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വന്നിരിക്കുന്നു, എഴുതുന്നത് വെള്ള പേപ്പറിലാണ്. ഈ വെള്ള പേപ്പർ എങ്ങോട്ട് പോകുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ തരത്തിലാണ് ഗ്രാമസഭകൾ ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഇതിന് ഉത്തരവാദികൾ ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇടതായാലും വലതായാലും BJP ആയാലും, ഇവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളെ കച്ചി തൊടിയിക്കാതിരിക്കാൻ, അവർക്ക് അധികാരം കിട്ടാതിരിക്കാൻ ഉള്ള അടവുകളാണ് അവർ ചെയ്യുന്നത്. അവർ പലവിധ പ്രസംഗങ്ങൾ നടത്തിയിട്ട് നമ്മൾ പറയുന്ന പരാതികളെ വെള്ള പേപ്പറിൽ എഴുതി പറത്തിക്കളയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വേറൊരു സംവിധാനമാണ് വർക്കിംഗ് ഗ്രൂപ്പ്.
ഈ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ പറയുന്ന പരാതികളെല്ലാം നടപ്പാവുന്നുണ്ടോ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഇതെല്ലാം പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ചുമതലപ്പെട്ട ആളുകളാണ് വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇന്ന് യാതൊരു വർക്കുമില്ലാത്ത ഗ്രൂപ്പുകളാക്കി അവയെ മാറ്റിയിരിക്കും. അതുപോലെ വികസന സെമിനാർ കൊട്ടിഘോഷിച്ച് ആഡംബരത്തോടു കൂടി നടത്തും. എന്താ ഉപയോഗം? എന്തെങ്കിലും പ്രയോജനം അതുകൊണ്ട് നാടിനുണ്ടോ? ഞാനിതെല്ലാം കൂടെ വെച്ചൊരു പരാതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് അയച്ചു. ഇന്ന് വരെ എനിക്ക് മറുപടി തന്നിട്ടില്ല. 2 ദിവസം ഞാൻ വിവരാവകാശം ചോദിച്ചു. കിട്ടിയ മറുപടി ഈ മേശയിൽ നിന്ന് അടുത്ത മേശയിലേക്ക് പോയിരിക്കുന്നു. ഇതാണ് മറുപടി. ഇതാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് മാഷേ, അധികാരം ജനങ്ങൾക്കില്ല. ഈ ജനങ്ങൾക്കില്ലാത്ത ഈ അധികാരം ആര് തട്ടിയെടുത്തു എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം രാഷ്ട്രീയ പാർട്ടികളാണ് ഒന്നാമത് തട്ടിയെടുത്തിരിക്കുന്നത്. രണ്ടാമത് കോർപ്പറേറ്റുകളാണ്, അവരുടെ സാമ്പത്തിക സഹായം, അവരുടെ നിയന്ത്രണം. മൂന്നാമത്തേത് ജാതി മത സംഘടനകളുടെ നേതാക്കന്മാരാണ്. അതിനോടുള്ള മാഷിൻ്റെ പ്രതികരണം? ഒരു മാഷ ആമുഖമായി പറഞ്ഞ ഈ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, പങ്കാളിത്ത ജനാധിപത്യവും പിന്നെ ജനങ്ങളുടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, ഇത് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ നടക്കും. കാര്യം ഇത് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചത് നമ്മുടെയൊക്കെ കണക്കുകൂട്ടൽ രാജീവ് ഗാന്ധി ഒരു ബില്ല് കൊണ്ടുവന്നു, അത് നടപ്പാക്കിയില്ല. പിന്നെ ബഹുമാനപ്പെട്ട നരസിംഹറാവു, ഇതൊന്നുമല്ല, ഇത് തീരുമാനിച്ചത് വേൾഡ് ബാങ്കാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ള റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നു, 5 വർഷം കഴിയുമ്പോൾ അയാൾ തിരിച്ചു വരുന്നു. ഇതിൽ ജനങ്ങൾ മടുത്തു. ഇനി ഇങ്ങനൊരു സംവിധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആഗോളവൽക്കരണ കാലത്ത് കുറേ കൂടി രൂക്ഷമായ ജനവിരുദ്ധ നയങ്ങളുമായി ഈ സർക്കാരുകൾ മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് പങ്കാളിത്തമുണ്ടെന്ന ഒരു തോന്നലുണ്ടാക്കുക എന്ന്, ഞാനതിനെ നെഗറ്റീവായിട്ടാണ് പറയുന്നത് കേട്ടോ, പോസിറ്റീവ് വശമുണ്ട്, നിങ്ങൾക്കറിയാം. ജനങ്ങളിൽ കണ്ടോ, നിങ്ങളുടെ ഗ്രാമത്തിലെ റോഡ് നിങ്ങൾക്ക് തന്നെ വെട്ടിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഇങ്ങനൊരു നിർദ്ദേശം വരുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നരസിംഹറാവു നടപ്പാക്കിയതല്ല, മറിച്ച് ഈ ബ്രട്ടൺ വുഡ് കോൺഫറൻസിൻ്റെ ഭാഗമായി, ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കണം എന്നൊരു ഡ്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനം നമ്മുടെ നാട്ടിലെത്തുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നോക്കൂ, ഞാൻ ആരെയും ന്യായീകരിക്കാൻ പറയല്ല. ഈ മിസ്റ്റർ നയനാരുടെ കാലത്ത് ഒരു ജില്ലാ കൗൺസിൽ കൊണ്ടുവന്നു. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? ജില്ലയിൽ ജനങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും. ആ ജില്ലയിലെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്നു, കേന്ദ്രം കാര്യങ്ങൾ ചെയ്യുന്നു, സംസ്ഥാനം ചെയ്യുന്നു. ജില്ലയിലെ പ്രത്യേകത മാനിച്ച് ജില്ലയുടെ മുഴുവൻ കാര്യങ്ങളും ആ ജില്ലയിൽ തീരുമാനിക്കപ്പെടുന്നു. ആ പ്രസിഡൻറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കും കളക്ടർ. ഉദ്യോഗസ്ഥൻ, ഒരു ജില്ലയുടെ അധിപനായിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലാ പ്രസിഡൻറ്റിനായിരിക്കും. ജില്ലയിലെ മുഴുവൻ വികസന കാര്യങ്ങളിലും നടത്താനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വം അവിടുത്തെ കളക്ടറായിരിക്കും. കളക്ടർ എങ്ങനെയാണോ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്നത്, അതുപോലൊരു സംവിധാനമായിരുന്നു വന്നത്. നിലവിലോ അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം, ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഇല്ല. ഇങ്ങനെ അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ ഗിമിക്ക് ആണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കപ്പെട്ടത്. കാര്യം ഇത് നടപ്പാക്കിയത് ഗാന്ധിജി വിഭാവന ചെയ്ത വികേന്ദ്രീകരണമല്ല. അതുകൊണ്ടാണ് ഗ്രാമസഭകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. എന്നാൽ ഗ്രാമസഭ എടുക്കുന്ന തീരുമാനം ആ വാർഡ് മെമ്പർ സമിതി കൂടുമ്പോൾ, പഞ്ചായത്ത് സമിതി കൂടുമ്പോൾ നടപ്പാക്കണമെന്നില്ല. നോക്കൂ, നിങ്ങൾ ഒരു വാർഡിൻ്റെ വികസനം എന്തായിരിക്കണം തീരുമാനിക്കുന്നത്? ഗ്രാമസഭയാണ്. ഗ്രാമസഭ തീരുമാനിക്കുന്നു ഇവിടെ മൈക്ക് ശബ്ദം ഉണ്ടാകരുത്, രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് ഉണ്ടാകാൻ അവസരം ഉണ്ടാകരുത് എന്നൊരു തീരുമാനം എടുക്കുന്നു. പക്ഷേ ആ ക്വാറി ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കുന്നു, വരരുത്. പക്ഷേ ആ തീരുമാനം പഞ്ചായത്ത് സമിതി അംഗീകരിക്കണമെന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രാമസഭകൾ ഒരാൾക്കൂട്ടമായി വരട്ടെ, നിങ്ങൾക്ക് തരാനുള്ള സാധനങ്ങൾ നിങ്ങൾ പരസ്പരം ഒന്ന് വീതം വെക്കുക, പക്ഷേ അധികാരത്തിൽ നിങ്ങളാരും ഇടപെടരുത് എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒരു അവസ്ഥ. അതേസമയം കേരളത്തിലെ പഞ്ചായത്തുകൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൂടി മനസ്സിലാക്കണം. ഇവിടെ എല്ലാം കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തിന് പുറത്ത് പ്രസിഡൻറ്റിനെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്.
ആരായിരിക്കും പ്രസിഡൻ്റായിട്ട് വരുന്നത് നമുക്കറിയാം, നാട്ടിലെ പ്രമാണിയായിരിക്കും. ഇവിടെ അതല്ല, മെമ്പർമാരുടെ ഒരാൾ. അതിനകത്ത് രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇനിയും കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് മാത്രമേ തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൻ്റെ ബജറ്റ് ഏകദേശം 6 കോടി രൂപയോളം വരുമായിരിക്കും. ഒരു 4 കോടി രൂപയും തനത് ഫണ്ടാണ്, ഈ പഞ്ചായത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് കണ്ടെത്തുന്ന വിഭവമാണ്. ഇങ്ങനൊരു രീതി കേരളത്തിന് പുറത്തുള്ള പഞ്ചായത്തുകളിലില്ല. എന്നാൽ മധ്യപ്രദേശിൽ ജനങ്ങളെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നടപ്പാക്കാൻ കേരളത്തിലെ ജനകീയ ആസൂത്രണം വന്ന് കണ്ടുപഠിച്ച ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആളുകൾ അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കപ്പെടേണ്ടത് പ്രാദേശികമായിട്ടായിരിക്കണം. അവർക്കായിരിക്കണം മുൻതൂക്കം. അവിടുത്തെ ഏറ്റവും സാധാരണപ്പെട്ട ആളുകൾ, ഏറ്റവും പിന്നോക്കം നിൽക്കേണ്ടി വരുന്നവർക്ക് മുൻഗണന ലഭിക്കുന്ന തരത്തിലുള്ള ഒരു അധികാര വികേന്ദ്രീകരണ ഫോർമാറ്റിലൂടെയല്ല നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുകൾ തട്ടിൽ എന്നതുപോലെ അധികാരത്തിൻ്റെ കേന്ദ്രീകരണവും താഴെ തട്ടിൽ നടന്നു വരുന്നുവെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതെ, അപ്പം നമുക്ക് ഈ വിഷയത്തിൽ അധികാര കേന്ദ്രീകരണമാണ് നടക്കുന്നത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ നിങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുന്നു. ഫലത്തിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജനാധിപത്യമുള്ള രാജ്യങ്ങളിൽ നടപ്പാവേണ്ടതാണ് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ്. അതിനെക്കുറിച്ച് മാഷിൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും നടക്കുന്നില്ല, ഒരു കാരണവശാലും നടക്കുന്നില്ല. നടക്കാനുള്ളൊരു സാധ്യത, നടക്കാനുള്ളൊരു ഏറ്റവും ഐഡിയലായ സാധ്യത പണത്തിന് ഇല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബ പാരമ്പര്യങ്ങൾക്ക്, ജാതിമത മഹിമകൾക്ക് ഒരു സ്ഥാനവുമില്ലാത്ത ഒരു പൊതുമണ്ഡലത്തിൽ അത് നടക്കും. ഇന്ത്യയിൽ നിലവിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നടക്കാനുള്ള ഏക സാധ്യത തെരഞ്ഞെടുപ്പുകൾക്കുള്ള മുഴുവൻ ചെലവും, ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. മുഴുവൻ ചെലവും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുക. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇപ്പോൾ അവർ യൂറോപ്പിലൊക്കെ അതെങ്ങനെയാണ് ചെയ്തത്, അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പുകളിൽ ഇത്ര ശതമാനമെങ്കിലും വോട്ട് ലഭിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ചെലവുകൾ മുഴുവൻ സർക്കാർ വഹിക്കും. ഇല്ലെങ്കിൽ പ്രാദേശികമായി ജനങ്ങളുടെ സമ്മതി നേടാൻ കഴിഞ്ഞ വ്യക്തികൾക്ക് അവിടെ മത്സരിക്കാനുള്ള മുഴുവൻ ചെലവും സർക്കാർ നൽകിക്കൊണ്ട് 1 രൂപയും ഏതെങ്കിലും ആളുകളിൽ നിന്ന് വാങ്ങി പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കാൻ കഴിയാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങളും സമ്പൂർണമായും സർക്കാർ പൊതുഖജനാവിൻ്റെ ചെലവിൽ നടപ്പാക്കുകയും ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന പ്രകടന പത്രിക അത് സയൻറ്റിഫിക് ആണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന ചിലവ് ഗവൺമെൻറ് മുടക്കുക എന്ന് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് നാട്ടിലെ കരിഞ്ചന്തക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും പൈസ വാങ്ങേണ്ടി വരില്ല. അതൊരു പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ അത് ചെയ്യാം. ഇനിയും പ്രകടന പത്രിക, ജനങ്ങളെ പലപ്പോഴും പറ്റിക്കുന്നത് പ്രകടന പത്രിക കൊണ്ടാണല്ലോ, അറിയാമല്ലോ നമ്മൾ പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക തന്നെ എന്തിനാണ്, രാമനെ പറ്റി പറഞ്ഞാൽ മതിയല്ലോ, എന്തിനാണ് പ്രകടന പത്രിക എന്ന് പോലും പറയുന്നത്. പ്രകടന പത്രിക വെക്കുമ്പോൾ അത് സയൻറ്റിഫിക് ആണോ എന്ന് പരിശോധിക്കാൻ ഒരു സ്വതന്ത്ര സമിതി ഉണ്ടാകണം. എന്ന് മാത്രമല്ല, പ്രകടനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവരുടെ യോഗ്യത അസാധുവാക്കാൻ കഴിയണം. പ്രകടന പത്രിക ചുമ്മാ കാഴ്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വെറും ഒരു പ്രകടനത്തിന് വേണ്ടി ആണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പാടില്ല എന്നുള്ളതാണ് സാറിൻ്റെ നിർദ്ദേശം. വേറൊന്ന്, ഇവിടെ ഇപ്പോൾ വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു വലിയ പ്രചരണം പ്രതിപക്ഷം നടത്തുന്നുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ആസൂത്രിതമായ രീതിയിലുള്ള തിരിമറികൾ നടക്കുന്നു. എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന കക്ഷികൾ നേരത്തെ പലതരത്തിൽ കള്ളവോട്ടുകളൊക്കെ നടത്തിയിട്ടുള്ളവരാണ്. കള്ളവോട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ നേരത്തെ നടന്നിട്ടുണ്ട്. പക്ഷേ സംഘടിതമായ രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ തിരിമറി നടത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതൊരു ആദ്യത്തെ സംഭവമായിരിക്കും എന്ന് തോന്നുന്നു. സാറിൻ്റെ അതിൻ്റെ പ്രതികരണം? അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ഈ പ്രശ്നം ഉന്നയിക്കുമ്പോഴാണെങ്കിലും അതിന് മുമ്പ് നിങ്ങൾക്കറിയാവുന്ന പരക്കാല പ്രഭാകർ, ടീസ്റ്റാ സെറ്റൽവാദ്, ഇവരെല്ലാം കൂടി ചേർന്ന് ഓൾ ഇന്ത്യ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. ഞങ്ങളൊക്കെ അതിൽ അംഗങ്ങളാണ്. നമ്മൾ നാഷണൽ ലെവലിൽ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ
72 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ഈ നിലവിലുള്ള NDA സീറ്റുകൾ പിടിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ ഒരു പഠനം നടത്തുകയും ആ പഠനത്തിലൂടെ തന്നെ 72 മണ്ഡലങ്ങൾ ഇവർ പിടിച്ചെടുത്തത് ഈ രീതിയിൽ, ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ശേഷമാണ് ഇത്ര ഗൗരവതരമായി മാറിയതെങ്കിൽ ഈ രീതിയിൽ അട്ടിമറി നടത്തിയിരുന്നുവെന്ന് നമ്മൾ നേരത്തെ തന്നെ, ഞാനത് ഫേസ്ബുക്കിൽ നേരത്തെ എഴുതുകയും ചെയ്തിരുന്നു, വിശദമാക്കിയിരുന്നു. അടിസ്ഥാനപരമായ പ്രശ്നം നോക്കൂ, ഒരു സ്വതന്ത്ര സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനത്തിൽ പോലും നമ്മുടെ നിലവിലുള്ള കേന്ദ്ര സർക്കാർ നടത്തിയ അട്ടിമറി, അതെന്തുകൊണ്ടാണ് ഒരു ജനകീയ പ്രക്ഷോഭമായി ഇന്ത്യയിൽ വളരാതെ വന്നത് എന്നൊരു പ്രശ്നം. നേരത്തെ നമുക്കറിയാം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രധാനമന്ത്രിയുടെയും 3 ആളുകൾ ചേർന്നിരുന്നുകൊണ്ടുള്ള ഒരു കൺസെൻസ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായതായി നമുക്കറിയാം. അതിനപ്പുറം നോക്കൂ, നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന ഈ ഗവൺമെൻറ് BJP എന്ന അർത്ഥത്തിൽ അതൊരു ന്യൂനപക്ഷ ഗവൺമെൻറ്റാണെന്നും 72ഓളം സീറ്റുകളിൽ ഇവർ വിജയം നേടിയത് അട്ടിമറിയിലൂടെയാണെന്നും അത് പിന്നീട് ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിക്കപ്പെടുമ്പോൾ ഇതൊന്നും ഗൗരവതരമായി എടുക്കാൻ കഴിയാത്ത തരത്തിൽ പഴയതിനേക്കാൾ ശക്തിയുള്ള ആളാണ് ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ വളരെ ഗൗരവതരമായി ഇടപെടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി അംഗീകരിക്കണം. അതിനെ മലയാളികൾ പോലും അറിയാതെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ജനാധിപത്യത്തിൻ്റെ മൂന്നാമത്തെ ഘടകമായി ഞാൻ എഴുതിയിരിക്കുന്നത് വ്യക്തിസ്വാതന്ത്ര്യമാണ്. വ്യക്തിസ്വാതന്ത്ര്യം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിസ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ, അതിൻ്റെ ആ സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെടുന്നത് എങ്ങനെയല്ല എന്നുള്ളതിനെക്കുറിച്ച് സാറിൻ്റെ പ്രതികരണം. അല്ലേ, വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ജീവിത ചുറ്റുപാടാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈ പറഞ്ഞില്ലേ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. നോക്കൂ, ഇപ്പോൾ കേരളത്തിലെ ഞാൻ സ്ഥിരമായി തീവണ്ടി യാത്ര ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഒരു വരുമാനം അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യും. നോക്കൂ, ഒരു തീവണ്ടി ഇപ്പോൾ ഇന്നലെ ഞാൻ എറണാകുളത്തു നിന്ന് കയറി, 2 മണിക്ക് കയറി, ഞാനൊരു 4 മണി വരെ ഒറ്റ നിപ്പാണ്. ഒരു ഇന്ത്യയെപ്പോലുള്ള ഞാൻ മുമ്പ് പറഞ്ഞില്ല, അതിസമ്പന്നമായ പ്രകൃതി വിഭവങ്ങളുള്ളൊരു നാട്ടിൽ ഇന്ത്യക്കാരൻ, നിങ്ങൾക്ക് അഭിമാനത്തോടെ ഇരുന്ന് യാത്ര ചെയ്യാൻ, ഒരു സീറ്റിന് വേണ്ടി നമ്മൾ പരസ്പരം കടികൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതേസമയം കേരളത്തിൽ ഏകദേശം 7 ലക്ഷം ആളുകളാണ് തീവണ്ടി യാത്ര ഒരു ദിവസം ചെയ്തത്. വളരെ കുറച്ച് ആളുകളെ യാത്ര ചെയ്യുന്നുള്ളൂ. ബസ്സിൽ ഒരു 35 ട്രാൻസ്പോർട്ട് ബസ്സിൽ മാത്രം ഒരു ദിവസം 35 ലക്ഷം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രെയിനിലാകെ 7 ലക്ഷം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. ഈ 7 ലക്ഷം ആളുകളുടെ യാത്ര ഒരു വശത്ത്, 2 വന്ദേ ഭാരത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ 2 വന്ദേ ഭാരതം കൂടി പരമാവധി 4000-3000 ആളുകൾ. ഈ 4000 ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും ബാക്കി വരുന്ന 7 ലക്ഷത്തിൽ 4000 എത്ര ശതമാനം വരും? 1% വരത്തില്ല, 0.5% പോലും വരത്തില്ല. ആ ആളുകൾക്ക് വേണ്ടി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ 1000 ആളുകളിൽ 5 പേർക്ക് ചില പ്രത്യേക സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി 2 തീവണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ യാതന, ഇത് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനം പോലെ ഇത് ജന്മസിദ്ധമായി ലഭിച്ചതാണ്, ഇത് മായ്ക്കാൻ നമുക്ക് കഴിയില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തെ, ഞാൻ മുമ്പ് ഒരു കണക്ക് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഇന്ത്യയിൽ 92.5 കോടി ആളുകളാണ് പ്രായപൂർത്തിയായ ആളുകൾ. 92 കോടി ആളുകളാണ്. അതിൽ 50% ആളുകൾക്ക് ഇന്ത്യയുടെ ഉൽപ്പാദനത്തിലെ പങ്ക് കേവലം 6.8%. ഞാൻ കണക്കിന് താഴോട്ട് പറയുന്നില്ല. ഇന്ത്യക്കാരുടെ ശരാശരി ഒരാളുടെ അസറ്റ് എന്ന് പറയുന്നത് 13.5 ലക്ഷം രൂപ വരുമെന്നാണ് ആവറേജ്. എന്നാൽ ഇന്ത്യയിലെ 60% ആളുകളുടെ ഓരോരുത്തരുടെയും ആസ്തി കേവലം 1.7 ലക്ഷം മാത്രമാണ്. സ്വത്തിൻ്റെ അഭൂതപൂർവമായ കേന്ദ്രീകരണം ഒരു വശത്ത് നടക്കുമ്പോൾ അപ്പോൾ പറയും പഴയതിനേക്കാൾ മെച്ചമല്ലേ. കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരത്ത് ഞങ്ങളൊരു എക്കണോമിക്സ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിസ്റ്റ് പറഞ്ഞത്, പഴയ പോലെ അല്ലല്ലോ, നിങ്ങളിപ്പോൾ സൈക്കിളിലല്ലോ പോകുന്നത്, നിങ്ങളിപ്പോൾ മോട്ടോർ സൈക്കിളിലല്ലേ പോകുന്നത്. ഇതിനെയാണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനുമുള്ള തമ്മിലുള്ള അന്തരം പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒരു വികസന സങ്കല്പത്തിൽ നമ്മുടെ ജനാധിപത്യം അടിമുടി അട്ടിമറിക്കപ്പെടും. കേവലം ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള അട്ടിമറി ജനാധിപത്യത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കും. അത് നമ്മുടെ ആയുർദൈർഘ്യത്തെ ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, നമ്മുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും, നമ്മുടെ ജീവിത അഭിലാഷങ്ങളെ ബാധിക്കും, എന്തിനേറെ നമ്മുടെ സാമൂഹ്യ വീക്ഷണത്തെ പോലും വല്ലാതെ നിരാശപ്പെടുത്തും. അതുകൊണ്ട് നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ വിഭവങ്ങൾ സമത്വത്തോടെ പങ്കുവെക്കാനുള്ള, അതാണ് ഇന്ത്യയുടെ മൗലിക അവകാശത്തിലെ ആദ്യം പറയുന്നത് സമത്വത്തെ പറ്റി അല്ലേ. ആദ്യം നമ്മുടെ മൗലിക അവകാശത്തിൽ പറയുന്ന വളരെ അടിസ്ഥാനപരമായ കാര്യം തുടങ്ങുന്നത് സമത്വത്തെ പറ്റി പറഞ്ഞാണ്. അതെ. അതുകൊണ്ട് ഈ സംവിധാനം നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ കാരണം ഈ പറയുന്ന സ്വത്തിൻ്റെ കേന്ദ്രീകരണത്തെ സഹായിക്കുന്ന സമീപനങ്ങളാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിട്ടുപോയി പക്ഷേ ക്ഷമിക്കണം. ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയൊരു പുതിയൊരു പ്രഹേളിക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ വളരെ ആഘോഷമാക്കി മാറ്റുന്നത്. നമുക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്നൊരു തോന്നലുണ്ടാക്കുകയും എന്നാൽ ഈ സ്വാതന്ത്ര്യമൊക്കെ ഒരു പശുവിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ നീളമെന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും പടിപടിയായി ചുരുക്കിക്കൊണ്ടിരിക്കുന്ന തരത്തിലാണ് നമ്മുടെ പല നിയമങ്ങളും. ഇപ്പോൾ UAPA പോലുള്ള നിയമങ്ങളൊക്കെ എടുത്താൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വളരെ ലഘൂകരിച്ചിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നോക്കൂ, ഞാൻ എൻ്റെ ഒരു ജീവിത അനുഭവം വെച്ച് പറയുകയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ അവിടെ എൻ്റെ അനുഭവമാണ്. അവിടെ ഒരു ഇതുപോലൊരു ജംഗ്ഷനിൽ അവിടെ ഒരു റോഡിന് വീതി കൂട്ടുന്നു, ആളുകൾക്ക് അസൗകര്യം ഉണ്ടാവും. ആ നാട്ടിൽ അവർ ചെയ്ത ഒരു തീരുമാനം, ഈ അസൗകര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള വെള്ളനാട്ടെയും ചുറ്റുമുള്ള ആളുകൾക്ക് അവരെന്ത് ചെയ്തു, പ്രത്യേകമായ നികുതി ഇളവുകളും സഹായങ്ങളും നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു വികസനം വരുമ്പോൾ അത് ഏതെങ്കിലും ആളുകളെ അത് ബാധിക്കുമെങ്കിൽ അവർക്കൊരു പ്രത്യേക പരിഗണന നൽകി അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേകമായ പാക്കേജുകൾ നൽകി അവരെ സഹായിക്കുന്നു. ഇത്തരം ഒരു സ്വാതന്ത്ര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, സമരം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും നമുക്ക് ചീത്ത വിളിക്കാം. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിലവിലുള്ള മാനുഷിക മൂല്യങ്ങൾ അനുസരിച്ച് ലോക ഹ്യൂമൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് ലഭിക്കേണ്ട ഉയർന്ന സ്ഥാനമനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എന്ത് സ്വാതന്ത്ര്യവും യഥാർത്ഥത്തിൽ വ്യക്തിപരമായ അസ്വാതന്ത്ര്യമാണ്. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നതിൽ തന്നെ ഏതെങ്കിലും ഒരു വാക്ക് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ് ഇന്ന് ആർക്കെങ്കിലും കേസ് കൊടുക്കാവുന്ന ഒരവസ്ഥയുണ്ട്, ഇല്ലേ സാർ? ഇത് രാജ്യരക്ഷയ്ക്ക് ഭീഷണിയാണ്. 124A എന്ന് പറയുന്ന ഒരു വകുപ്പ് നമ്മുടെ IPCയിൽ നിന്നും എടുത്തു കളഞ്ഞില്ല, സുപ്രീം കോടതി മരവിപ്പിച്ച് നിർത്തിയിരുന്നു. ഇത് പാടില്ല. കാരണം ഇതാ ഒരു കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 2015 മുതൽ 20 വരെ 124A, അതായത് രാജ്യദ്രോഹ കുറ്റം, അതനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾ 356, ശിക്ഷിച്ചത് 12 എണ്ണം മാത്രം. ബാക്കി എല്ലാ കേസുകളും സർക്കാർ എടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? പ്രതികാര നടപടിക്ക് വേണ്ടി, അല്ലെങ്കിൽ വിമതസ്വരമുയർത്തുന്നവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഉള്ള കേസുകൾ. ഇപ്പോൾ അവസാനം പിടിച്ചിരിക്കുന്നത് ലഡാക്കിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ വാങ്ചുക്കിനെയാണ്. 2 ദിവസം മുമ്പ് പത്രത്തിൽ വാർത്ത വന്നു, സോനം വാങ്ചുക്ക് രാജ്യസുരക്ഷയ്ക്ക് ഹാനികരമായി പ്രവർത്തിച്ചു എന്നായിരുന്നു തലക്കെട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗതി എന്താവും എന്നുള്ള കാര്യം ഇനി കണ്ടറിയണം. ഈ 124A എന്ന് പറയുന്ന വകുപ്പ് സുപ്രീം കോടതി മരവിപ്പിച്ചുവെങ്കിലും പിൻവാതിലിലൂടെ അത് വീണ്ടും വന്നിരിക്കുന്നു ഭാരതീയ ന്യായ സംഹിതയിൽ. വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനീ പറഞ്ഞത്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയേക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ അന്തസ്സിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. അങ്ങനെ ഒരു ഭരണഘടന നിലവിലിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ 356 എണ്ണം അന്യായ തടങ്കൽ അനുഭവിക്കുകയും 12 എണ്ണം മാത്രമാണ് ശിക്ഷയ്ക്ക് യോഗ്യർ എന്ന് കോടതി വിധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുള്ളത്. മറ്റുള്ളവരെല്ലാം കോടതിയിൽ അന്യായ തടങ്കലിൽ നരകയാതന അനുഭവിക്കുന്നതിന് ആര് സമാധാനം പറയും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എവിടെ നിൽക്കുന്നു? അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിക്കണമെന്നുള്ള സ്വാതന്ത്ര്യം. ഞാൻ ബീഫ് കഴിക്കില്ല, നീയും കഴിക്കരുത്.
ഇതെന്തുമാതിരി ജനാധിപത്യമാണ്? അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം. 1973 ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് MTയുടെ നിർമാല്യം. എന്താണ് മതപരമായ നിബന്ധനകൾ, അത് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന സാമൂഹ്യ അനീതികളാണ് അതിലെ വിഷയം. ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന സാമൂഹ്യ അനീതികൾ വിഷയമാക്കിക്കൊണ്ട് ഒരു സിനിമ ഇന്നെടുക്കാൻ എത്ര പേർക്ക് ധൈര്യം കാണുമെന്ന് ആലോചിക്കണം. ആ സിനിമയിൽ വെളിച്ചപ്പാട് ദേവി വിഗ്രഹത്തിൻ്റെ മുഖത്ത് കാറിത്തുപ്പുന്ന രംഗമുണ്ട്. ഇതുപോലൊരു രംഗം ഇന്ന് ചിത്രീകരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നും ആലോചിക്കണം. അപ്പോൾ നമ്മുടെ ജനാധിപത്യം എന്തുമാത്രം അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ സാറ് പറഞ്ഞതിനോടൊപ്പം ഈ കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്ത്. ഇനി അടുത്ത 4ാമത്തെ പോയിൻ്റായി ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിയമത്തിൻ്റെ ആധിപത്യമാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ പൗരന്മാരും നിയമത്തിന് മുൻപിൽ തുല്യരായിരിക്കണം എന്നാണ് നിയമം. ഇവിടെ അങ്ങനെ നിയമത്തിൻ്റെ മുൻപിലെ തുല്യത എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ച് സാറൊന്ന് അഭിപ്രായം പറഞ്ഞേക്കൊള്ളൂ. അല്ല, അത് ഉത്തരം പറയേണ്ട കാര്യമില്ല. നിയമത്തിന് മുന്നിൽ നമ്മളാരും തുല്യരല്ല എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് ഖനനത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഗ്രീൻ ട്രിബ്യൂണൽ തീരുമാനിച്ചു. അപ്പോഴാണ് കേരളത്തിലെ ക്വാറി മുതലാളിമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ ആവശ്യപ്പെട്ടത് ഇന്ത്യൻ പൗരർ എന്ന തരത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങളെ കേൾക്കാതെ ഗ്രീൻ ട്രിബ്യൂണൽ തീരുമാനമെടുത്തു. അതുകൊണ്ട് ഗ്രീൻ ട്രിബ്യൂണലിലെ തീരുമാനം തൽക്കാലം മരവിപ്പിക്കുന്നു. അപ്പോൾ സമത്വം ഇവിടെ പലപ്പോഴും പ്രായോഗികമാകുന്നത് ഇവിടുത്തെ അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കും ഇല്ലെങ്കിൽ സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകളുമാണ്. അത് ചർച്ചയ്ക്ക് പോലും വിധേയമാക്കേണ്ട കാര്യമില്ല. ഏകപക്ഷീയമായി അധികാരം ദുരുപയോഗപ്പെടുത്തുന്നത് കേരളത്തിൽ പോലും നിത്യസംഭവമാണ്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരല്ല. അതുപോലെ തന്നെ നമ്മുടെ കുറ്റാന്വേഷണ ഏജൻസികൾ CBIയും EDയും ആദായ നികുതി വകുപ്പും ഒക്കെ എന്തിനു വേണ്ടിയാണ് ഇന്ന് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അങ്ങനെ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ത് എന്നും നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ ലോക്കൽ പോലീസും ക്രൈം ബ്രാഞ്ചും ഒക്കെ ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു? ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നും എന്തെങ്കിലും മർദ്ദനമോ ഭീഷണിയോ ദുരനുഭവമോ ഉണ്ടായാൽ നമുക്ക് എവിടെ നിന്നെങ്കിലും സംരക്ഷണം കിട്ടുമോ ഇന്നത്തെ അവസ്ഥയിൽ? ഈയിടയ്ക്ക് ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ ലോകായുക്തയ്ക്ക് വരുത്തിയ ദുരന്തം നമുക്കറിയാം. ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊക്കെ അവരഴിമതി നടത്തിയാൽ അവർക്കെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ചുമതലപ്പെട്ട ഒരു ഏജൻസിയാണ് ലോകായുക്ത. അവരന്വേഷിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ആ സ്ഥാനം രാജിവെക്കാൻ ബാധ്യസ്ഥരായിരിക്കും ആ ഉദ്യോഗസ്ഥനോ മന്ത്രിയോ. ആ വകുപ്പാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കുമെല്ലാം വേറെ നീതി, സാധാരണക്കാർക്ക് വേറെ നീതി എന്നുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടപ്പാവുന്നത്. അടുത്തത് ഈ സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ മാധ്യമങ്ങൾ സ്വതന്ത്രമായിരിക്കണം. നമ്മുടെ രാജ്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം, അതിനെക്കുറിച്ച് സാർ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. നാഗേഷ് സമയം ക്രമീകരിക്കണമെന്നൊരു നോട്ടീസ്, ഒരു താക്കീത് തന്നിട്ടുണ്ട്. അത് നമ്മൾ വളരെ ചുരുക്കി. മാധ്യമങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ധാരണയെങ്കിലും ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ ഏകാധിപതി എന്ന് പറയുന്ന റൂപ്പർട്ട് മുർഡോക്ക്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പത്രം, 140 വർഷം പഴക്കമുള്ള ഒരു പത്രത്തിൻ്റെ അവർ നടത്തിയ ഒരു സർവേ, അതൊരു പീപ്പിംഗ് ടോം എന്ന് പറഞ്ഞാൽ ഒരു ഒളിഞ്ഞു നോട്ടത്തിൻ്റെ രീതിയിൽ ആ സർവേ നടത്തുകയും അതിൻ്റെ പേരിൽ ഒരു വിഷയമുണ്ടായപ്പോൾ അയാൾ ആ പത്രം അടയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നമുക്ക് ഇന്ത്യയിലെ മാധ്യമ മേഖല ഇപ്പോൾ ഗോദി മീഡിയ എന്നാണ് പറയുന്നത്. ഗോദി മീഡിയ ഇന്ത്യയിലെ മാധ്യമങ്ങളെ മൊത്തത്തിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ലോക കോർപ്പറേറ്റുകൾ വിലക്കെടുക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഒരു ന്യൂനപക്ഷ സർക്കാരാണ്. NDA എന്ന് പറയുന്ന മുന്നണിയിൽ തന്നെ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെയാണ് ഭരിക്കുന്നത്.
വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി നേരിട്ടു. വിജയിച്ചു വന്ന 70-75 മണ്ഡലങ്ങളിൽ അവർ അഴിമതി നടത്തിയെന്ന് വിവിധ കോണുകളിൽ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു. അപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ വക്താക്കളായി ഇവരെ അവതരിപ്പിക്കുന്നത് ലോക കോർപ്പറേറ്റുകളുടെ കച്ചവട താൽപ്പര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ഏറ്റവും യോഗ്യതയുള്ളവർ ഈ പറയുന്ന BJP RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അനാരോഗ്യകരമായി ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്ന വിഭാഗീയമായ കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതി അവലംബിക്കുന്നു. അതിലേറ്റവും അശ്ലീലമായി തോന്നിയിട്ടുള്ളത് കേരളത്തിലെ മാധ്യമ ലോകമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ തൃശ്ശൂർ പൂരം, ഈ പ്രശ്നമുണ്ടാകുന്ന തൃശ്ശൂർ പൂരം, ഞാനങ്ങനെ തൃശ്ശൂർ പൂരത്തെ ഒരു പ്രധാന സാംസ്കാരിക ഉത്സവമായി കാണുന്ന ഒരാളല്ല. ഞാൻ അവിചാരിതമായത് വെക്കുമ്പോൾ ഞാൻ വെച്ച സമയത്ത് ഞാൻ കാണുന്നത് മാതൃഭൂമി മീഡിയയിൽ ചാനലിൽ ഈ കുട്ടിരാമനെ ചിത്രം കാണിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ ഈ കുട്ടിരാമനെ കാണിക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ തൃശ്ശൂർ പൂരത്തിൽ ഉയർത്തുന്ന ഈ ചിഹ്നങ്ങളൊക്കെ വളരെ ദൈവികമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്നതോ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെ വല്ലാത്ത തരത്തിൽ ഈ മാതൃഭൂമിയിലെ ലൈവ് പ്രോഗ്രാമിൽ ആഘോഷമാക്കി മാറ്റുമ്പോഴാണ് പിന്നീട് നമ്മൾ മനസ്സിലാകുന്നത് അവിടെ ഒരു വലിയ അട്ടിമറി ബോധപൂർവം നടത്തിയെന്ന്. അപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കൂ, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി തീരുമാനമെടുത്ത ഒട്ടേറെ മാധ്യമങ്ങളുണ്ട്. പക്ഷേ അതിനെതിരെയും ശക്തമായ നിലപാടുകളെടുത്ത മാധ്യമങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു പരസ്യം കൊടുത്തത്, ഒരു മാധ്യമപ്രവർത്തകൻ ഒരു പരസ്യം കൊടുത്തത് ഡെമോക്രസി മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ എഴുതിയത് അങ്ങനെയല്ല. അത് ഞാൻ ഒബിറ്വറി മരണവാർത്ത എന്ന് പറഞ്ഞ് DE എന്ന് പറയുന്ന ഒരാൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തത്. അത്തരത്തിലുള്ള ധാർമ്മിക മൂല്യമുള്ള മാധ്യമപ്രവർത്തകരുടെ സ്ഥാനത്ത് ഇന്ന് ഒന്ന് NDTV പോലെയുള്ള മാധ്യമങ്ങളെ കോർപ്പറേറ്റുകൾ വിലക്കെടുക്കുന്നു. കോർപ്പറേറ്റ് മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും തീവ്ര വലതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരായി മാറുന്നു. അതുകൊണ്ടാണ് ഈ പലസ്തീൻ പോലെയുള്ള വിഷയങ്ങളിൽ പോലും ഇത്ര ഗൗരവതരമായി സിയോണിസത്തെ ന്യായീകരിക്കാൻ കഴിയും വിധം മലയാളികളെ പരിവപ്പെടുത്തുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ തീവ്ര വലതുപക്ഷ മതമൗലിക ആശയങ്ങൾ നമ്മളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വലിയ തരത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മോഷണം നടന്നിട്ടുണ്ടാവും. ആ മോഷണം നടത്തുന്നവരെ കയ്യാമം വെക്കണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എത്ര വലിയ ചർച്ചകളാണ് എത്ര ദിവസമായി ഈ മാധ്യമങ്ങൾ നടത്തുന്നത്. എന്നാൽ കേരളത്തിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിച്ചവർക്ക് വേണ്ടി, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന കച്ചവടത്തെപ്പറ്റി, കേരളത്തിലെ പൊതു അഴിമതിയെപ്പറ്റി ഒന്നും ഈ മാധ്യമങ്ങൾക്ക് ഉത്കണ്ഠയില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ മൊത്തം മാധ്യമങ്ങൾ 99% മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും തീവ്ര വലതുപക്ഷ നിലപാടുകൾ എടുക്കുമ്പോൾ ബദലുകൾ എന്ന രീതിയിൽ പുറത്തേക്ക് വരുന്ന ദി വയറിനെ പോലെ, ദി സ്ക്രോളിനെ പോലെയുള്ള മാധ്യമങ്ങളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുക എന്നുള്ളതും വളരെ വ്യക്തമാണ്. സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമങ്ങൾ ഇന്ന് പക്ഷം പേറുന്നവരാണ് പല മാധ്യമങ്ങളും. സ്വതന്ത്രമായി നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക്, പത്രസ്ഥാപനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ളവയ്ക്ക് നേരെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്നുണ്ട്. അതിന് നല്ല ഉദാഹരണമാണ് ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഓൺലൈൻ പത്രം. ആ പത്രം ഭരണാധികാരികളുടെ പ്രത്യേകിച്ച് കർഷക സമരം നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലൊക്കെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ പത്രമായിരുന്നു. സർക്കാരിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചപ്പോൾ ആ പത്ര ഓഫീസ് റെയ്ഡ് ചെയ്യുകയും അതിൻ്റെ എഡിറ്റർ പ്രബീർ പുരകായസ്ഥ അദ്ദേഹത്തെ ജയിലിലാക്കുകയും ചെയ്തു. 6 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒടുവിൽ അറസ്റ്റ് നിയമവിരുദ്ധം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. കേസ് ഇപ്പോഴും തുടരും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മുടെ പത്രപ്രവർത്തന അല്ലെങ്കിൽ മാധ്യമ രംഗത്തുള്ളത്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. എത്ര ദയനീയമായ അവസ്ഥയാണത് എന്ന് ആലോചിക്കണം. ഇതുപോലെ ഇപ്പോൾ 10 കാര്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ അളവുകോലായിട്ട് 10 പോയിന്റുകൾ ഞാൻ എഴുതി വെച്ചതിൽ 5 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ.
ബാക്കി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, ചർച്ചയില്ല, കാരണം സമയം ആയിപ്പോയതുകൊണ്ട്. ബാക്കി സമത്വം ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട സംഗതിയാണ്. പക്ഷേ ഇന്നത്തെ സമത്വത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു. ലോകത്തിലെ 10% സമ്പന്നന്മാർ 77% സമ്പത്തും കൈയടക്കി വച്ചിരിക്കുന്നു. അതേസമയം സമൂഹത്തിൻ്റെ കീഴ്ത്തട്ടിലുള്ള 50% ആളുകൾ ആകെ സമ്പത്തിൻ്റെ 6% മാത്രം അനുഭവിക്കുന്നു. എന്തുമാത്രം വലിയ അന്തരം! പണ്ട് കൊളോണിയൽ ഭരണകാലത്ത് പോലും ഇല്ലാതിരുന്ന തരത്തിലുള്ള സാമ്പത്തിക അന്തരം ആണ് ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ അനുഭവിക്കുന്നത് എന്ന് അറിയണം. അതുപോലെ തന്നെ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ 5 ലക്ഷം ഏക്കറിലധികം ഭൂമി ഹാരിസൺ, ടാറ്റ മുതലായ വൻകിട കമ്പനികൾ കൈവശം വച്ചിരിക്കുന്നു അനധികൃതമായി. പഴയ തോട്ടം ബ്രിട്ടീഷുകാർ കൊടുത്ത അധികാരത്തിൻ്റെ വെള്ള പേപ്പറും കയ്യിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ വകയാണെന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങനെ തികഞ്ഞ അസമത്വം നമ്മൾ അനുഭവിക്കുന്നു. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം ഉണ്ടാവണം ഒരു ജനാധിപത്യ രാജ്യത്ത്. അത് എത്രത്തോളം എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ പീഡനങ്ങൾ, വിവേചനങ്ങൾ, സ്വാതന്ത്ര്യ രാഹിത്യങ്ങൾ പാടില്ല എന്നതാണ്. ഭിന്നാഭിപ്രായങ്ങൾ അംഗീകരിക്കണം. അതായത് പലരും ചിന്തിക്കാറുള്ളത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ അവകാശം അല്ലെങ്കിൽ അഭിപ്രായം അംഗീകരിക്കലാണ്. ഭൂരിപക്ഷഹിതം നടപ്പാക്കലല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ പോലും അവകാശങ്ങൾ സംരക്ഷിക്കലാണ്. നേരത്തെ പറഞ്ഞാൽ അതുണ്ട്. മറ്റുള്ളവരുടെ നേർക്കുള്ള ഒരു കരുതൽ ആണ് ജനാധിപത്യം. പിന്നെ വേറൊന്ന് അധികാര വിഭജനം. നമ്മുടെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇവരുടെയൊക്കെ അധികാരങ്ങൾ അവർ സ്വതന്ത്രരാവണം എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ വരുന്നില്ല. ഇവിടെ ലെജിസ്ലേറ്റീവിൻ്റെ നിയമനിർമ്മാണ സഭകളുടെ അമിതാധികാര പ്രയോഗം നടക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന പ്രവണതകളുണ്ട്. ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അധികാരം ജനാധിപത്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടാതെ വന്നിരിക്കുന്നു. അത് തട്ടിയെടുക്കുന്നത് രാഷ്ട്രീയക്കാരാണ്, അത് തട്ടിയെടുക്കുന്നത് കോർപ്പറേറ്റുകളാണ്, അത് തട്ടിയെടുക്കുന്നത് ജാതി സംഘടനകളുടെ നേതാക്കളാണ് എന്നുള്ളത് ഇതിൻ്റെ കൺക്ലൂഷനായി പറയാമെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ സാർ അംഗങ്ങൾ അഭിപ്രായം പറയണം എന്നറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ സാർ ഇവിടെ അവതരിപ്പിച്ചതിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഏറെ ബാധിക്കുന്ന, അതായത് വ്യാപകമായി ബാധിക്കുന്ന ഒരു വിഷയം തുല്യതയുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിയമത്തിന് മുന്നിൽ തുല്യത എന്ന് പറയും. അപ്പോൾ നിയമത്തിന് മുന്നിൽ തുല്യത കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മുടെ ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതി, അല്ലെങ്കിൽ ഇപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനൊക്കെ ഉണ്ട്. അവിടം തൊട്ട് സുപ്രീം കോടതി വരെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് നീതി നിഷേധത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ലോകത്തൊരു രാജ്യത്തും നമ്മൾ മറ്റു ചില ബംഗ്ലാദേശ്, മറ്റേ പാകിസ്ഥാൻ, അവിടെയൊന്നും ഇത്രയും കെട്ടിക്കിടക്കുന്നില്ല. അതിൻ്റെ കണക്കും വന്നിട്ടുണ്ട്. താരതമ്യപ്പെടുത്തി നോക്കിയാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നീതി നിഷേധമുള്ള രാജ്യം, അതായത് നിയമ സംവിധാനത്തിനകത്ത് തന്നെ നീതി നിഷേധം. പേരിന് നിയമ സംവിധാനം ഉണ്ട് താനും, എന്നാലും അത് പല രീതിയിലാണ് നിഷേധിക്കപ്പെടുന്നത്. അതിൽ പങ്കാളികളാണ് ഈ നമ്മളെ രാഷ്ട്രീയ കക്ഷികളുമെല്ലാം. അത് നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഈ കള്ളപ്പണത്തിൻ്റെ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ മത സമുദായ രാഷ്ട്രീയ നേതാക്കളുടെ കയ്യിൽ കള്ളപ്പണം അവിഹിതമായി ധാരാളം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കൂടുതലും ചെയ്യാം, ഇങ്ങനെയൊക്കെ നീതി വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ്, അതായത് യഥാർത്ഥത്തിൽ വിലയ്ക്ക് വാങ്ങിക്കാൻ. എന്നെ ഒരു ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ, 10-21 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്, ചെങ്ങന്നൂറുള്ള, എനിക്കൊരു പരിചയമില്ല. അപ്പോൾ എങ്ങനെയോ പുള്ളിക്ക് ഇങ്ങനെ ഉപഭോക്തൃ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അയാളുടെ ഭാര്യ ആലപ്പുഴക്കാരിയാണ്, കോമളപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭാര്യ മരിച്ചുപോയി പുള്ളി നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഈ പൈസ മൊത്തം നഷ്ടപ്പെട്ടു, ചതയ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് SNDP-ക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് കേസ് നടത്തിക്കൊണ്ടിരുന്നു. ഭാര്യ തന്നെ കേസ് നടത്തി. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടി. പക്ഷേ അത് അവർ അപ്പീൽ കൊടുത്തു, തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ അതന്വേഷിക്കാനാണ് എന്നെ വിളിച്ചത്.
അപ്പം ഇവിടെയും സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് ആ കേസ് തള്ളുകയാണ് ചെയ്തത്. എന്നിട്ട് ഡൽഹിയിൽ നാഷണൽ കമ്മീഷനിൽ പോയി. അപ്പോൾ അതിൻ്റെ വക്കീലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ വക്കീൽ എന്നോട് പറയുന്നത് അത് അവിടുത്തെ നാഷണൽ കമ്മീഷനിലെ ജഡ്ജിയെ 2 പേര് പിടിച്ചാണ് കസേരയെ കൊണ്ട് ഇരുത്തുന്നതെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഓർമ്മയൊന്നുമില്ല, സംസാരിക്കുന്ന തന്നെ അപൂർവമായിട്ടൊക്കെ സംസാരിക്കത്തുള്ളൂ. അപ്പം ആ ജഡ്ജി ചെയ്തത് ഈ സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട്, കാരണം വളരെ എളുപ്പമാണല്ലോ, വായിക്കൊന്നും വേണ്ട, ഇതേ കാരണം പറഞ്ഞുകൊണ്ട് അവിടെയും കേസ് തള്ളി. എന്നിട്ടിപ്പോൾ ഹൈക്കോടതി റിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞത് അവിടെ ഇത്രയൊക്കെ അവിടെ സ്വാധീനം, ഈ പണം, അപ്പോൾ ഈ വിസ്താരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് അനുകൂലമായിട്ടാണ്, കാരണം ഏറ്റവും താഴെ പുള്ളിക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉള്ളതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കള്ളപ്പണം ഉപയോഗിച്ചിട്ട് ജഡ്ജിമാരെ, നമ്മുടെ പോലീസ് സംവിധാനത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ധാരാളം ഉദാഹരണം. ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉദാഹരണമാണ്. 75 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് 3 മക്കൾ അംഗപരിമിതരാണ്. അവരുടെ ആകെ 3.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അവർക്ക്. ആ 3.5 സെൻറ്റിൽ 1.25 സെൻറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറും കൂടെയാണ് ശ്രമിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ഒരു പത്രപ്രവർത്തകൻ സാറ് വഴി എൻ്റെ അടുത്ത് സഹായിക്കണമെന്ന് പറഞ്ഞ് കേസ് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. എനിക്കിവരെ അറിഞ്ഞൂടാ. അപ്പോൾ ഇവർക്ക് ഓംബുഡ്സ്മാൻ്റെ വിധി കിട്ടി. അനുകൂലമായിട്ടുള്ള വിധി. ഇവർ പറയുന്നത് ന്യായമാണ്, ഇവരുടെ ഈ സ്ഥലം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കി കൊടുക്കണം എന്ന് വരെയാണ് വിധിക്കകത്ത് പറയുന്നത്. എന്നിട്ട് അത് നടപ്പാക്കാതിരിക്കാനായിട്ട് ഹൈക്കോടതിയിൽ അവർ സ്റ്റേ മേടിച്ചിരിക്കാൻ. ഇപ്പോൾ 1.5 വർഷമായിട്ട് സ്റ്റേ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വിചിത്രമായ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം 1 ആഴ്ച സ്റ്റേ, 2 ആഴ്ച സ്റ്റേ, 1 മാസം സ്റ്റേ, ഞാനിതെല്ലാം നോക്കി, 2 മാസം സ്റ്റേ, 3 മാസം സ്റ്റേ, അങ്ങനെ പിന്നെ ഇടയ്ക്ക് കോടതി കൂടാത്ത സമയം, അങ്ങനെ ഇപ്പോൾ 1.5 വർഷത്തിൽ കൂടുതലായിട്ട് ഇതാണ് നീതി നിഷേധം. ഇതിപ്പോൾ എന്തെല്ലാം ആക്റ്റാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത് നോക്കുക. PWD ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, അത് ലംഘിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക കമ്മീഷനുണ്ട്. 3 മക്കളാണ്, അത് ഒരാളല്ല, 3 മക്കൾ പരിമിതരാണ് ഇവരാണ് ശ്രീത്രായിൽ ഹാർട്ട് പേഷ്യൻ്റാണ്, സീനിയർ സിറ്റിസനാണ്, 75 വയസ്സുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളവരെയാണ് ഈ രാജ്യത്ത് നീതി നിഷേധം ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. ശരി സാർ. ഇപ്പോൾ നീതി നിഷേധം എങ്ങനെയെല്ലാം നടക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് സാർ പറഞ്ഞത്. മറ്റാരെങ്കിലും